പ്രേക്ഷകർക്ക് KMAC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. ഇന്നത്തെ വാർത്താവിശേഷങ്ങളിലൂടെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ആശയപരമായി ഇന്ധനം നൽകുന്ന സലഫിസം ആഗോളാടിസ്ഥാനത്തിൽ വിമർശന വിധേയമാകുന്ന കാലത്തും സലഫിസത്തെ വെള്ളപൂശാനുള്ള യൂത്ത് ലീഗ് ശ്രമം ബഹുസ്വരതയ്ക്കും ജനാധിപത്യത്തിനുമെതിരായ വെല്ലുവിളിയാണെന്ന് SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. IS, അൽഖയ്ദ ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകൾ മാതൃക സ്വീകരിച്ചത് സലഫിസത്തിൽ നിന്നാണെന്നത് ചരിത്രബോധമുള്ള ആർക്കും നിഷേധിക്കാനാകില്ല. അസഹിഷ്ണുതയെ അഭിമാനമായി കരുതുന്ന സലഫിസത്തെ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിലാണെങ്കിൽ പോലും ന്യായീകരിക്കുന്നത് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ്. കേരളത്തിൽ നിന്ന് ISൽ ചേരാൻ പുറപ്പെട്ടവരെല്ലാം സലഫിയ മാർഗം സ്വീകരിച്ചവരാണെന്നിരിക്കെ സലഫികൾ സമാധാനവാദികളാണെന്ന് പറയാൻ യൂത്ത് ലീഗ് കാട്ടിയ ആവേശം അതിരുകടന്ന വിധേയത്വത്തിന്റേതാണ്. ആഗോള സലഫിസത്തെക്കുറിച്ചും ഇതേ നിലപാടാണോ മുസ്ലിം ലീഗിനും യുവജന സംഘടനക്കുമുള്ളത് എന്നറിയാൻ താൽപര്യമുണ്ടെന്നും SSF സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ താൽപര്യം മുന്നിൽ കണ്ടാണ് BJP ഏക സിവിൽ കോഡ് വീണ്ടും ചർച്ചയ്ക്കിട്ടത്. ഇതേ താൽപര്യം തന്നെയാണ് ഏക സിവിൽ കോഡ് വിഷയത്തിൽ യൂത്ത് ലീഗിന്റെ മാതൃസംഘടനയ്ക്കുമുള്ളത്. മുസ്ലിം വോട്ടുകൾ രാഷ്ട്രീയമായി ഏകീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സമുദായ സംഘടനകളുടെ ഐക്യത്തിന് പാർട്ടി മുന്നിട്ടിറങ്ങിയത്. അനേകം വിഷയങ്ങളിൽ ഇസ്ലാമിക പ്രമാണങ്ങൾക്കും മുസ്ലിംകളിലെ മഹാഭൂരിപക്ഷത്തിന്റെ വിശ്വാസങ്ങൾക്കും വിപരീതമായ നിലപാടാണ് സലഫികൾക്കുള്ളത്. സുന്നികൾ കൊല്ലപ്പെടേണ്ടവരാണെന്ന് ചിന്തിക്കുന്നവരെ കൂട്ടുപിടിച്ച് ശരീഅത്ത് സംരക്ഷിക്കാനിറങ്ങുന്നതിലെ പരിഹാസ്യത തിരിച്ചറിയാനുള്ള വിവേകം മുസ്ലിം ലീഗിനുണ്ടാകണം. കേരളത്തിലെ ഏതാനും ജില്ലകളിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു യുവജന സംഘടന ദേശീയ തലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനത്തെയും അതിന്റെ അമരക്കാരനെയും ഒറ്റപ്പെടുത്തണമെന്ന് പറയുന്നത് മലബാറിന് പുറത്തൊരു ലോകമില്ലെന്ന മൂഢവിചാരം മൂലമാണ്. സംഘടനാ സമ്മേളനം അറിയിക്കാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ രാജ്യാന്തര തലത്തിൽ ബഹുമാനിക്കപ്പെടുന്ന മതപണ്ഡിതനെ ഭത്സിച്ചതിലൂടെ ആ സംഘടനയുടെ ആശയദാരിദ്ര്യം വെളിപ്പെട്ടുവെന്നും SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു. പണപ്രതിസന്ധിയിൽ വലഞ്ഞ ജനങ്ങൾക്ക് താൽക്കാലികാശ്വാസമായി പഴയ 500, 1000 നോട്ടുകൾ 3 ദിവസം കൂടി ഉപയോഗിക്കാൻ അനുമതി. അസാധുവായ നോട്ടുകൾ തിങ്കളാഴ്ച രാത്രി 12 വരെ നേരത്തെ ഇളവ് നൽകിയ ആവശ്യ സേവനങ്ങൾക്കു മാത്രം ഉപയോഗിക്കാം. റെയിൽവേയും KSRTCയും പെട്രോൾ പമ്പുകളും പാൽ ബൂത്തുകളും ഈ ദിവസങ്ങളിൽ പഴയ 500, 1000 നോട്ടുകൾ സ്വീകരിക്കും. സർക്കാർ ആശുപത്രികൾ, സർക്കാർ ഫാർമസികൾ, വിമാനത്താവളങ്ങൾ, ശ്മശാനങ്ങൾ എന്നിവിടങ്ങളിലും പഴയ നോട്ടുകൾ സ്വീകരിക്കും. ടോൾ ഒഴിവാക്കിയ തീരുമാനവും തിങ്കളാഴ്ച വരെ നീട്ടിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം ബാങ്കുകളിലുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും RBI. ബാങ്കുകളുടെ എല്ലാ ബ്രാഞ്ചിലും പണം ഇതിനോടകം എത്തിച്ചിട്ടുണ്ട്. 500, 1000 നോട്ടുകൾ മാറി വാങ്ങാൻ ഡിസംബർ 30 വരെ സമയമുള്ളതിനാൽ പൊതുജനങ്ങൾക്ക് ക്ഷമയുണ്ടാകണമെന്നും റിസർവ് ബാങ്ക് അഭ്യർത്ഥിച്ചു. അതേസമയം കള്ളപ്പണത്തെ നേരിടാനായി നോട്ടുകൾ പിൻവലിച്ച ശേഷം 53,000 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായതായി SBI. ഇന്നലെ മാത്രം രാജ്യത്തെ ശാഖകളിൽ 32,000 കോടി രൂപ നിക്ഷേപിച്ചതായും SBI അറിയിച്ചു. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ പഴയ 500, 1000 രൂപ നോട്ടുകൾ ഉപയോഗിക്കാൻ ഒരു മാസത്തേക്കുകൂടി സമയം ആവശ്യപ്പെട്ട് ഗുജറാത്ത് സർക്കാർ രംഗത്തെത്തി. ഈ ആവശ്യം ഉന്നയിച്ച് അഹമ്മദാബാദ് ഹൈക്കോടതിയിൽ സർക്കാർ ഹർജി ഫയൽ ചെയ്തു. 2 ദിവസത്തെ ഇടവേളയ്ക്കുശേഷം സംസ്ഥാനത്ത് പ്രവർത്തിച്ചു തുടങ്ങിയത് ചുരുക്കം ATMകൾ മാത്രം. ബാങ്കുകൾ നേരിട്ട് പണം നിറയ്ക്കുന്ന ATMകളാണ് പ്രവർത്തിച്ചു തുടങ്ങിയത്. ഈ ATMകളിൽ നിന്ന് അതാത് ബാങ്കുകളിലെ കാർഡ് ഉപയോഗിച്ച് മാത്രമേ പണം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. 100ന്റെയും 50ന്റെയും നോട്ടുകൾ മാത്രമാണ് ATMകളിൽ നിറയ്ക്കുന്നത്. അതിനാൽ 50 ലക്ഷം വരെ നിറയ്ക്കാവുന്ന ATMകളിൽ നിറയ്ക്കാൻ കഴിയുന്നത് 4 ലക്ഷം രൂപ വരെ മാത്രം. തിരക്ക് കൂടിയതോടെ ATMകൾ മണിക്കൂറുകൾക്കുള്ളിൽ കാലിയാവുന്ന അവസ്ഥയാണ്. പുറം കരാറുകാർ പണം നിറയ്ക്കുന്ന ATMകളിൽ ഇതുവരെ പണം എത്തിയിട്ടില്ല. ബാങ്കുകളിൽ നിന്ന് പണം കൈമാറിയാൽ മാത്രമേ പുറം കരാറുകാർക്ക് പണം നിറയ്ക്കാനാകൂ. ഭൂരിഭാഗം ATMകളും അടഞ്ഞുതന്നെ കിടന്നതിനാൽ രാവിലെ മുതൽ ബാങ്കുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കൊല്ലം നഗരത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മെയിൻ ബ്രാഞ്ചിൽ ATMകളിൽ ബാങ്കുകൾ പണം നിറച്ചില്ല. നോട്ടുകൾ മാറ്റിവാങ്ങാനും പണം പിൻവലിക്കാനുമായി വലിയ തിരക്കാണ് നഗരത്തിലെ ബാങ്കുകളിൽ അനുഭവപ്പെട്ടത്. ബാങ്കിനുള്ളിൽ നിന്ന് തിരിയാനുള്ള സ്ഥലം പോലുമില്ല. 500ന്റെയും 1000ന്റെയും നോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്ന് സഹകരണ മേഖലയുടെ പ്രവർത്തനം ഇന്നും പ്രതിസന്ധിയിലായി. പ്രവർത്തനത്തിന് ആവശ്യമായ പണം ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കാൻ സഹകരണ ബാങ്കുകൾക്ക് സാധിക്കാത്തതാണ് പ്രധാന പ്രതിസന്ധി. കള്ളപ്പണം എങ്ങനെ വെളുപ്പിക്കുമെന്ന് ഗൂഗിളിനോട് ചോദിച്ചവരിൽ ഏറെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തുകാർ. 500, 1000 നോട്ടുകൾ അസാധുവാണെന്ന് ചൊവ്വാഴ്ച രാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം വന്നതുമുതൽ ഇന്ത്യയിൽ നിന്ന് ഗൂഗിളിൽ തിരയുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഉത്തരം തേടുന്നവരിൽ കൂടുതൽ പേർ ഗുജറാത്തുകളാണ്. തൊട്ടുപിന്നാലായി മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരും ഹരിയാനയിൽ നിന്നുള്ളവരുമാണ്. വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ ശക്തമായ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും
കള്ളപ്പണ സാന്നിധ്യം ഏറെയുണ്ടെന്നാണ് വിലയിരുത്തൽ. പണം നിക്ഷേപിക്കാൻ ബാങ്കിലെത്തിയ ആൾ തലശ്ശേരി സ്റ്റേറ്റ് ബാങ്കിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. പിണറായി സ്വദേശി ഉണ്ണികൃഷ്ണനാണ് ആത്മഹത്യ ചെയ്തത്. നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന പണം ബാങ്ക് സ്വീകരിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. നോട്ട് അസാധുവാക്കുന്നതിന് മുമ്പ് പിൻവലിച്ച പണമാണ് നിക്ഷേപിക്കാൻ കൊണ്ടുവന്നത്. പിണറായി KCB സബ്സ്റ്റേഷനിലെ ഓവർസിയറാണ് ഉണ്ണികൃഷ്ണൻ. 5.5 ലക്ഷം രൂപയാണ് ഇയാൾ നിക്ഷേപിക്കാനായി കൊണ്ടുവന്നത്. ബാങ്ക് പ്രവർത്തിക്കുന്ന 2ാം നിലയിൽ നിന്നും 3ാം നിലയിലേക്ക് കയറിയാണ് കെട്ടിടത്തിന് മുകളിൽ നിന്നും ഇയാൾ താഴേക്ക് ചാടിയത്. മൃതദേഹം തലശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആലപ്പുഴയിൽ അസാധുവാക്കിയ നോട്ടുകൾ മാറാനെത്തി ബാങ്കിലെ നീണ്ട ക്യൂവിൽ നിന്നയാളാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഹരിപ്പാട് ഡാണപ്പടി SBT ബ്രാഞ്ചിലാണ് സംഭവം. ഇവിടെ ക്യൂവിൽ നിന്ന് കുമ്മരാപുരം സ്വദേശി കാർത്തികേയനാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. 77 വയസ്സാണ്. കറൻസി പ്രതിസന്ധിയിൽ പ്രതിഷേധം പ്രകടിപ്പിച്ച് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ATMന് മുന്നിൽ വരി നിന്നു. പാർലമെന്റ് സ്ട്രീറ്റിലെ ATMലാണ് രാഹുൽ എത്തിയത്. സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനമാണ് നരേന്ദ്രമോദിയുടേതെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. यहाँ पे आपको कोई सूट बूट वाला दिखाई दे रहा है? नहीं। एक व्यक्ति करोड़पति आपको इस लाइन में दिख रहा है? सब गरीब लोग हैं साहब। यहाँ पे सब गरीब लोग दिख रहे हैं. हमारा कहना है कि सरकार इनके लिए चलनी चाहिए, 15-20 लोगों के लिए नहीं चलनी चाहिए. अगर वो 15-20 लोग यहाँ नहीं खड़े हैं, उनको तो कोई कठिनाई नहीं हो रही ना, इनको कठिनाई हो रही है. यहाँ पे घंटों से लाइन में खड़े, मैं इनके साथ खड़े होना आऊंगा. राहुल जी, प्रधानमंत्री ये कह रहे हैं कि ये जो लोग विरोध कर रहे हैं, അസാധുവായ കറൻസികൾ മാറ്റാൻ വഴി കാണാതെ പ്രവാസികളും ഉഴലുകയാണ്. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. പ്രവാസികളുടെ കൈവശമുള്ള അസാധുവാക്കപ്പെട്ട 1000-500 രൂപ കറൻസികൾ എന്തു ചെയ്യണമെന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഇവിടെ നിന്നും പണം മാറ്റിവാങ്ങാനുള്ള വഴികളൊന്നും ഇതുവരെ തുറന്നിട്ടില്ല. ധനവിനിമയ സ്ഥാപനങ്ങളിൽ പണം മാറാനായി പ്രവാസികൾ എത്തുന്നുണ്ട് എങ്കിലും അസാധുവാക്കിയ കറൻസികൾ സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്നോ റിസർവ് ബാങ്കിൽ നിന്നോ ഇതു സംബന്ധിച്ച നിർദ്ദേശം വന്നാൽ മാത്രമേ 500-1000 രൂപ നോട്ടുകൾ സ്വീകരിക്കാൻ പറ്റൂ എന്ന് വിവിധ മണി എക്സ്ചേഞ്ച് പ്രതിനിധികൾ പറഞ്ഞു. നിലവിൽ 2 വഴികളാണ് പ്രവാസികൾക്ക് മുന്നിലുള്ളത്. കൈവശമുള്ള കറൻസി നേരിട്ടോ മറ്റാരുടെയെങ്കിലും കൈവശമോ നാട്ടിൽ കൊടുത്തയച്ച് മാറുക. ഡിസംബർ 30 വരെ നാട്ടിലെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും അതിനുശേഷം 2017 മാർച്ച് 31 വരെ റിസർവ് ബാങ്കിന്റെ കൌണ്ടറുകൾ വഴിയും പണം സാധുതയുള്ള കറൻസിയിലേക്ക് മാറാം. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇത്തരം കൌണ്ടറുകളുണ്ട്. എന്നാൽ ഇതിനു മുമ്പ് നാട്ടിൽ പോകാൻ സാധിക്കാത്ത നിരവധി പേർ പ്രവാസ ലോകത്തുണ്ട്. ഇവരാണ് പ്രതിസന്ധിയിലായത്. നിലവിലെ നിയമമനുസരിച്ച് പ്രവാസികൾക്ക് ഇന്ത്യക്ക് പുറത്തു പോകുമ്പോൾ 25,000 രൂപ വരെ കയ്യിൽ വെക്കാം. തിരിച്ചു പോകുമ്പോഴും ഇതേ തുക തന്നെ സൂക്ഷിക്കാം. അതുകൊണ്ട് തന്നെ പോകുന്നവരുടെ കൈവശം പണം കൊടുത്തുവിടുന്നതിന് പരിമിതിയുണ്ട്. നാട്ടിൽ ചെല്ലുമ്പോൾ വിമാനത്താവളത്തിൽ ഉപയോഗിക്കാനും യാത്ര ഉൾപ്പെടെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കുമായി പ്രവാസികൾ ഇന്ത്യൻ രൂപ കൈവശം വെക്കുന്ന പതിവുണ്ട്. ന്യൂസ് ഡെസ്ക് KMAC ന്യൂസ്. സൌമ്യ വധക്കേസിലെ പുനഃപരിശോധനാ ഹർജിയും സുപ്രീംകോടതി തള്ളി. പ്രതി ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയതിനെതിരെ സർക്കാരും സൌമ്യയുടെ അമ്മയും സമർപ്പിച്ച ഹർജികളാണ് തള്ളിയത്. വിധി പറഞ്ഞ ജഡ്ജിമാരെ വിമർശിച്ച മുൻ ജഡ്ജി മാർക്കണ്ഡേയ കഡ്ജുവിന് കോടതിയലക്ഷ്യ നോട്ടീസ് അയച്ചു. കഡ്ജുവും ജഡ്ജിമാരും തമ്മിൽ കോടതി മുറിയിൽ രൂക്ഷമായ വാക്കേറ്റമുണ്ടായി. കൊലക്കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി പുനഃപരിശോധനാ ഹർജികൾ തള്ളിയത്. ഇതോടെ ഗോവിന്ദച്ചാമിയുടെ ശിക്ഷ ജീവപര്യന്തമായി ചുരുങ്ങി. തെളിവുകൾ 101% സംശയാതീതമാണെങ്കിൽ മാത്രമേ വധശിക്ഷ നൽകാൻ കഴിയൂ എന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് നിലപാടെടുത്തു. ഗോവിന്ദച്ചാമി സൌമ്യയെ പരിക്കേൽപ്പിച്ചതും ലൈംഗികമായി ആക്രമിച്ചതും അംഗീകരിച്ചെങ്കിലും മരണത്തിന് കാരണമായ ആക്രമണം തെളിഞ്ഞിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കി. വിധിയുടെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയ മുൻ ജഡ്ജി മാർക്കണ്ഡേയ കഡ്ജുവിന്റെ വാദങ്ങളും ബെഞ്ച് നിരാകരിച്ചു. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വളരെ ധീരമായ നടപടിയാണ് ഒരു റിട്ടയർഡ് ജഡ്ജിനെതിരെ സുപ്രീം കോടതി നോട്ടീസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. അത് ഗോവിന്ദച്ചാമിയുടെ കേസിലായി പോയി എന്നുള്ളതിൽ ഒരു ഡിഫൻസ് ലോയർ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. സുപ്രീംകോടതിയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള തർക്കമാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും ജസ്റ്റിസ് കഡ്ജുവും തമ്മിൽ കോടതി മുറിയിൽ അരങ്ങേറിയത്. വധശിക്ഷ റദ്ദാക്കിയ വിധിയുടെ പേരിൽ ജഡ്ജിമാരെ ബ്ലോഗിലൂടെ വ്യക്തിപരമായി വിമർശിച്ച കഡ്ജുവിന്റെ നടപടി കോടതിയലക്ഷ്യമാണെന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞു. കഡ്ജുവിന് കോടതിയലക്ഷ്യ നോട്ടീസ് അയക്കാനും അദ്ദേഹം ഉത്തരവിട്ടു. ഇതിനോട് കഡ്ജു രൂക്ഷമായി പ്രതികരിച്ചതോടെ അദ്ദേഹത്തെ കോടതി മുറിയിൽ നിന്ന് ഇറക്കിവിടാൻ ആരുമില്ലെന്ന് ജസ്റ്റിസ് ഗൊഗോയ് ചോദിച്ചു. ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് യു ലളിത് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിനു പിന്നാലെ യുഎസിൽ വ്യാപക പ്രതിഷേധം.
ട്രംപിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി. പ്രതിഷേധ പ്രകടനത്തിനിടെയുണ്ടായ വെടിവെപ്പിൽ 5 പേർക്ക് വെടിയേറ്റു. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. പ്രകടനം നടക്കുന്നതിനിടെ അക്രമി വെടിവെക്കുകയായിരുന്നു. ആക്രമണം ട്രംപ് വിരുദ്ധരും ചില വ്യക്തികളും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുണ്ടായതാണെന്നാണ് കരുതുന്നത്. ബുധനാഴ്ച വൈകിട്ട് ആരംഭിച്ച പ്രതിഷേധം ചിക്കാഗോ, ന്യൂയോർക്ക്, ലോസ് ആഞ്ചൽസ്, ഫിലാഡൽഫിയ, ബോസ്റ്റൺ, വാഷിംഗ്ടൺ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം ഇന്നലെ വൈകിയും തുടരുകയാണ്. രാജ്യത്തെ 16 നഗരങ്ങളിലാണ് ട്രംപിനെതിരെ റാലികൾ സംഘടിപ്പിച്ചത്. ന്യൂയോർക്കിലെ ട്രംപ് ടവറിന് മുന്നിലും പ്രതിഷേധം അരങ്ങേറി. കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ പ്രതിഷേധക്കാർ റോഡിൽ തീയിട്ടു. കണ്ണീർവാതകം പ്രയോഗിച്ചാണ് പോലീസ് ഇവരെ തുരത്തിയത്. ഹൈവേകൾ പ്രതിഷേധക്കാർ ഉപരോധിച്ചത് കൂടുതൽ സംഘർഷങ്ങൾക്കിടയാക്കി. ഒറീഗണിൽ വാഹന ഗതാഗതം സ്തംഭിപ്പിച്ചാണ് പ്രതിഷേധിച്ചത്. പലയിടങ്ങളിലും പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി. ലോസ് ആഞ്ചൽസിൽ ട്രംപിന്റെ കൂറ്റൻ കോലം കത്തിച്ചു. നിയമപരവും സമാധാനപരവുമായാണ് പ്രതിഷേധമെന്നും വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും സമരക്കാർ അവകാശപ്പെട്ടു. വിവിധ കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികളും പ്രതിഷേധങ്ങളിൽ പങ്കാളികളായി. ട്രംപ് തങ്ങളുടെ പ്രസിഡന്റ് അല്ലെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം. ട്വിറ്ററിൽ ട്രംപ് ഈസ് നോട്ട് മൈ പ്രസിഡന്റ്, ട്രംപ് എന്റെ പ്രസിഡന്റല്ല എന്ന ഹാഷ്ടാഗ് ആയിരങ്ങളാണ് ഉപയോഗിച്ചത്. പ്രവചനങ്ങൾ അസ്ഥാനത്താക്കിയാണ് യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ് വിജയിച്ചത്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സമ്മേളനം ആരംഭിച്ചിട്ടും പുതിയ ഭാരവാഹികളെ ചൊല്ലി രൂക്ഷ തർക്കം തുടരുന്നു. കഴിഞ്ഞ 3 മാസമായി 2 നേതാക്കളുടെ നേതൃത്വത്തിൽ സംഘടന പിടിച്ചെടുക്കാൻ ചേരികളായി തിരിഞ്ഞു നടത്തുന്ന ചരടുവലി വലിയ പ്രതിസന്ധിയിലാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ദേശീയ കൺവീനർ പി കെ ഫിറോസും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് നജീബ് കാന്തപുരവുമാണ് ഇരു ചേരികളുടെയും തലപ്പത്ത്. മുസ്ലിം ലീഗിലെ ചില ദേശീയ ഭാരവാഹികളെയും രണ്ടാംകിട നേതാക്കളെയും കൂട്ടുപിടിച്ച് ഇവർ കരുക്കൾ നീക്കുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രതിസന്ധി രൂക്ഷമായതോടെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ദേശീയ ട്രഷറർ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ 4 തവണ സമവായ ചർച്ച നടന്നെങ്കിലും തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. യൂത്ത് ലീഗിനുള്ളിലെ തർക്കങ്ങളും പുതിയ ഭാരവാഹികളെ സംബന്ധിച്ച വാർത്തകളും മാധ്യമങ്ങളിൽ വരുന്നത് പാർട്ടി നേതൃത്വത്തെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി ഞായറാഴ്ച സംസ്ഥാന സമ്മേളനം സമാപിച്ച ശേഷം മറ്റൊരു ദിവസം കൌൺസിൽ ചേർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാമെന്ന ധാരണയിലെത്തിയിരിക്കുന്നത്. പൊതുസമ്മേളനത്തിന് മുമ്പ് കൌൺസിൽ ചേർന്ന് ഭാരവാഹികളെ തിരഞ്ഞെടുക്കലാണ് മുൻകാലങ്ങളിലെ രീതി. തീർത്തും വ്യത്യസ്ത സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സമ്മേളനത്തിന് ശേഷം പാണക്കാട് നിന്ന് പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഒരു വിഭാഗം നടത്തിയ നീക്കമാണിതെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന കൌൺസിൽ അംഗങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും പിന്തുണ ഫിറോസിനാണ്. 13 ജില്ലാ കമ്മിറ്റികൾ അദ്ദേഹത്തിനൊപ്പമാണെന്നറിയുന്നു. ഈ സാഹചര്യത്തിൽ കൌൺസിലിൽ വോട്ടെടുപ്പ് നടന്നാൽ ഫിറോസിന്റെ നേതൃത്വത്തിലുള്ള പാനൽ വിജയിക്കുമെന്ന കാര്യം വ്യക്തമാണ്. ഫിറോസിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു സമവായത്തിനും വഴങ്ങേണ്ടെന്നാണ് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. കൌൺസിലിൽ വോട്ടെടുപ്പുണ്ടായാൽ പി കെ ഫിറോസ് പ്രസിഡന്റ്, ടി പി അഷ്റഫ് അലി ജനറൽ സെക്രട്ടറിയുമായ ഒരു പാനലായിരിക്കും ഈ വിഭാഗം മത്സരിക്കുക. നേതൃത്വം ഇടപെട്ട് ഒരു സമവായമുണ്ടാക്കിയാൽ ഫിറോസ് പ്രസിഡന്റ്, പാലക്കാട് നിന്നുള്ള എം എ സമദ് ജനറൽ സെക്രട്ടറിയുമായ കമ്മിറ്റി രൂപവൽക്കരിക്കുന്നതിലും ഇവർ ഒരുക്കമാണ്. യൂത്ത് ലീഗിന്റെ പ്രായപരിധിയായ 40 കഴിഞ്ഞതിനാൽ നജീബിനെ മാറ്റി നിർത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നിലവിലെ യൂത്ത് ലീഗ് സംസ്ഥാന ഭാരവാഹികളുടെയും കെ എം ഷാജി MLA അടക്കമുള്ള ചില നേതാക്കളുടെയും പിന്തുണ ഫിറോസ് വിരുദ്ധ ചേരിക്കാണ്. നജീബിനെ പിന്തുണക്കുക എന്നതിലുപരി ഫിറോസിനെ ഒഴിവാക്കുക എന്നതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. മികച്ച പ്രഭാഷകൻ, സംഘാടകൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ ഫിറോസ് നേതൃത്വത്തിൽ വരുന്നത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് ഇവർ കണക്കുകൂട്ടുന്നുണ്ട്. ഇവരുടെ തന്ത്രഫലമായാണ് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിന് ശേഷം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് വിവരം. ദുബായിയുടെ നഗര സൌന്ദര്യത്തിന് പ്രൌഢിയും വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തുമേകി ദുബായ് വാട്ടർ കനാൽ പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചു. ലേസർ ഷോയുടെയും കരിമരുന്നിന്റെയും അകമ്പടിയോടെ ഉത്സവാന്തരീക്ഷം നിറഞ്ഞ പ്രൌഢഗംഭീരമായ ചടങ്ങിൽ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് വാട്ടർ കനാലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. ദുബായിയുടെ പൊതുഗതാഗത സംവിധാനത്തിൽ മികച്ച പങ്കുവഹിക്കുന്ന ദുബായ് ട്രാമിന് ഇന്നേക്ക് 2 വയസ്സ് തികയുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള യാത്രാ സൌകര്യവും യാത്രക്കാർക്ക് ഉയർന്ന സുരക്ഷിതത്വവും ഉപഭോക്തൃ സംതൃപ്തിയും നിലനിർത്തി പ്രയാണം തുടരുന്ന ട്രാമിന്റെ സർവീസ് 2014 നവംബറിലാണ് ഉദ്ഘാടനം ചെയ്തത്. സർവീസ് ആരംഭിച്ചത് മുതൽ കഴിഞ്ഞ ഒക്ടോബർ അവസാനം വരെ 90 ലക്ഷം ആളുകളാണ് യാത്ര ചെയ്തത്. UAE തൊഴിൽ വിസ ഇന്ത്യയിലെ UAE കോൺസുലേറ്റ് വഴി ഇഷ്യൂ ചെയ്യാവുന്ന സംവിധാനം തുടങ്ങിക്കഴിഞ്ഞു. ബുധനാഴ്ച മുതലാണ് ഇതിനുള്ള സൌകര്യം നിലവിൽ വന്നത്. ഒക്ടോബർ മധ്യത്തോടെ തിരുവനന്തപുരത്ത് UAE കോൺസുലേറ്റ് ആരംഭിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് തിരുവനന്തപുരത്ത് പോയി വിസ കൈപ്പറ്റാൻ സാധിക്കുന്നതാണ്.
നേരത്തെ തൊഴിൽ വിസ അപേക്ഷിച്ചിരുന്ന സ്പോൺസർക്കും കമ്പനികൾക്കുമാണ് തൊഴിലാളിയുടെ എൻട്രി പെർമിറ്റ് നൽകിയിരുന്നത്. ഈ എൻട്രി പെർമിറ്റോ അതിന്റെ പകർപ്പോ നാട്ടിലുള്ള തൊഴിലാളികൾക്ക് അയച്ചു കൊടുക്കുകയും അതുമായി തൊഴിലാളി UAE-യിലേക്ക് വരികയുമായിരുന്നു രീതി. അടുത്ത മാസം നടക്കുന്ന ലോക വനിതാ പാർലമെന്റ് സ്പീക്കേഴ്സ് ഉച്ചകോടിക്ക് ആതിഥ്യ മുരളാൻ അബുദാബി ഒരുങ്ങുന്നു. UAE ഫെഡറൽ നാഷണൽ കൌൺസിൽ സ്പീക്കർ ഡോക്ടർ അമൽ അൽ ഖുബൈസിയാണ് ഇക്കാര്യം അറിയിച്ചത്. KMIC ന്യൂസ് ഡെസ്ക്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. യൂത്ത് ലീഗിന് സെലഫി വിധേയത്വമെന്ന് SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ്. 500,000 രൂപ നോട്ടുകൾ ഉപയോഗിക്കാനുള്ള സമയപരിധി നീട്ടി. സംസ്ഥാനത്ത് ATMകൾ ഭാഗികമായി പ്രവർത്തിച്ചു തുടങ്ങി. ATMന് മുന്നിൽ വരിനിന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം. സൌമ്യ വധക്കേസ് സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജി കോടതി തള്ളി. ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷയില്ല. മാർക്കണ്ഡേയ കട്ജുവിന് കോടതിയലക്ഷ്യ നോട്ടീസ്. തലശ്ശേരി ബാങ്കിൽ പണം മാറാനാകാതെ ആത്മഹത്യ. ആലപ്പുഴയിൽ ക്യൂ നിന്നയാൾ കുഴഞ്ഞുവീണ് മരിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിനു പിന്നാലെ US-ൽ ട്രംപിനെതിരെ പ്രതിഷേധം. വെടിവെപ്പ്. ഒരാളുടെ നില ഗുരുതരം. യൂത്ത് ലീഗ് സമ്മേളനം ആരംഭിച്ചിട്ടും പുതിയ ഭാരവാഹികളെ ചൊല്ലി രൂക്ഷ തർക്കം. പാണക്കാട് നിന്ന് പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ നീക്കം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.